ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് വിദ്യാർത്ഥി നേതാവായ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യമില്ല. ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. 2020 കലാപക്കേസിൽ ഗൂഢാലോചന കേസിലായിരുന്നു ഉമർ ഖാലിദ് ഉൾപ്പെടെ ഇപ്പോൾ 8 പ്രതികൾക്ക് ജാമ്യം ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. നേരത്തെ തസ്ലീം അഹമ്മദിന്റെ ജാമ്യം നിഷേധിച്ചത് ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ സുബ്രഹ്മണ്യ പ്രസാദിന്റെ ഡിവിഷൻ ബെഞ്ചാണെങ്കിൽ ഇവിടെ ജസ്റ്റിസ് നവീൻ ചൗളയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഈ 9 പ്രതികൾക്കും ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് കലാപത്തിന് തൊട്ടു മുൻപ് രഹസ്യ കൂടിക്കാഴ്ചകൾ രാത്രി കേന്ദ്രീകരിച്ച് ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നടന്നു. വാട്സപ്പ് വഴി ഇതുമായി കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ പങ്കുവച്ചു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയിൽ വാദം തുടരുന്ന ഘട്ടത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു പ്രതികൾ വാദം ഉന്നയിച്ചത്. അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗം എന്ന നിലയിൽ കേസെടുക്കാൻ കഴിയുമോ എന്നായിരുന്നു. താൻ ഒരു സന്ദേശവും പങ്കുവച്ചിട്ടില്ല, മറിച്ച് ഗ്രൂപ്പിൽ അംഗമായിരുന്നു എന്നതിന്റെ പേരിൽ തന്നെ കുറ്റക്കാരനാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയർത്തുകയുണ്ടായി. ഒപ്പം തന്നെ ഈ രഹസ്യ കൂടിക്കാഴ്ച അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നതുൾപ്പെടെയുള്ളവ എതിർക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ 9 പ്രതികൾക്കും ഉമർ ഖാലിദ് ഉൾപ്പെടെ 9 പ്രതികൾക്കും ജാമ്യം തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് നവീൻ ചൗള, ജസ്റ്റിസ് ഷാലിന്ദർ കൗർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. അത്തർ ഖാൻ, ഖാലിദ് സൈഫി, മുഹമ്മദ് സലീം ഖാൻ, ഷിഫ ഉർ റഹ്മാൻ, മീരൻ ഹൈദർ, ഗർഫിഷ ഫാത്തിമ, ഷദാബ് അഹമ്മദ് എന്നിവരാണ് മറ്റ് പ്രതികൾ.